രാഖി 2 ആഴ്ചത്തേക്ക് നാട്ടിൽ പോയെന്നും അങ്കുവിൻ്റെ കൈ ഫ്രാക്ചറായിട്ട് 3 ആഴ്ച പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ആഴ്ച 2 ദിവസം കംപ്ലീറ്റ് ഞാൻ പെട്ടുപോയത് കേട്ടോ. വൈറൽ ഫീവറിൻ്റെ ഒരു വൃത്തികെട്ട രൂപത്തിൽ എന്നെ വന്ന് ആകെ അടിച്ചിട്ടു. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്കു ദേ നിപ്പുണ്ട് കൈക്ക് ഒടിഞ്ഞിട്ട്. ലൈറ്റ് ഇടുകയാണ്. നീ ഇങ്ങോട്ട് നോക്കണ്ട, മുകളിലോട്ട് നോക്കിക്കോ. ഒരു മിനിറ്റ്, ഇങ്ങോട്ട് നോക്കണ്ട, ഇങ്ങോട്ട് അടുത്തോട്ട്. ക്യാമറയുടെ ലൈറ്റ് അവൻ്റെ കണ്ണിലടിച്ചാലേ കുറച്ച് നേരം ബ്ലേഡ് ആവും. അതാണ് എൻ്റെ തൊണ്ടയും മണ്ടയൊക്കെ കുറച്ച് അടച്ചിരിക്കുകയാണേ. ബാക്കിലോട്ട് നോക്കി. 2 ദിവസം എനിക്ക് തല പൊക്കാനേ പറ്റില്ല. അങ്കുവിൻ്റെ കാര്യം ആലോചിച്ചായിരുന്നു എനിക്ക് ടെൻഷൻ കൂടുതൽ. അവന് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. സ്കൂളിലൊന്നും പോകണ്ടല്ലോ, അവൻ ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഈ കയ്യൊക്കെ ഒടിഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം നന്നായിട്ട് കൊടുക്കണം എന്നാണല്ലോ, വേറെ മരുന്നും കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമ്മുടെ ടൗൺഷിപ്പിലെ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ ഓർഡർ ചെയ്ത് അങ്ങനെയാണ് അവൻ കഴിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് പിന്നെ കിച്ചടി ഓർഡർ ചെയ്ത് 2 നേരത്തേക്ക് മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ടേ ഒട്ടും വേണ്ടെങ്കിൽ എഴുന്നേക്കാൻ വേണ്ടിയാണ് ഞാനതൊക്കെ കഴിച്ചത് കേട്ടോ. അപ്പോൾ അതേ ഇതെനിക്ക് ആ സുഖമില്ലാന്ന് തോന്നിയ ഫസ്റ്റ് ഡേ എടുത്ത വീഡിയോ കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ 3-4 ദിവസം വീഡിയോയെ എടുക്കാൻ തലപൊങ്ങിയില്ല. അപ്പോൾ ഞാനിവിടെ നമ്മുടെ നോൺ വെജ് ഉള്ള അവിടെ നിന്ന് ഒരു വീട്ടിൽ നിന്ന് ഞാൻ ചപ്പാത്തിയും ചിക്കൻ കറിയും അവൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. നല്ലത് ഒറീസക്കാരുടെ നല്ല കറിയായിരുന്നു. രാത്രിയിൽ നമ്മുടെ ടൗൺഷിപ്പ് നമ്മുടെ ഇവിടുത്തെ മെസ്സിൽ നിന്ന് ഹണി ചില്ലി പൊട്ടറ്റോ മട്ടർ പനീറും റൊട്ടിയും. എനിക്ക് അപ്പം തന്നെ മനസ്സിലായി എനിക്ക് സുഖമില്ലെന്ന്. കാരണം ഈ ഭക്ഷണമൊന്നും എനിക്ക് വേണമെന്നേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് രാത്രി തൊട്ടാണ് എനിക്ക് ശരിക്കും അന്ന് ഫുൾ രാവിലെ തൊട്ടേ ഉണ്ടായിരുന്നെങ്കിലും രാത്രിയിൽ കുറച്ച് കൂടുതലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തോ പ്രശ്നം വരുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്ലിനിക്കിൽ നിന്ന് ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളും മരുന്നുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു. അതിൻ്റെ കമൻറ്റ് യൂട്യൂബ് ടേൺ ഓഫ് ചെയ്തു. മെയിൻലി മെഡിസിൻസ് ആയതുകൊണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് ഇല്ലീഗലാണല്ലോ. അപ്പോൾ അങ്കു ദേ കൈ എനിക്ക് കൊണ്ടേയിരിക്കും, പറഞ്ഞാൽ അനുസരിക്കില്ല. അപ്പോൾ രാഖ പോയിട്ടാണല്ലോ അങ്കുവിൻ്റെ കൈ ഒടിഞ്ഞത്. എനിക്ക് സുഖമില്ലാതായതും പെട്ടെന്ന് തന്നെ രാഖ അവിടെ നിന്ന് തിരിച്ചായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ സാധനങ്ങൾ കേരളത്തിൽ നിന്ന് വന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ അമ്മ കൊടുത്തിട്ട ചക്ക, നമ്മുടെ വീട്ടിൽ പിടിച്ച ചക്ക. പിന്നെ ചെറിയ ഉള്ളിയും കാര്യങ്ങളും അമ്മയുടെ സിസ്റ്റേഴ്സും കുറേ സാധനങ്ങൾ കൊടുത്തു വിട്ടു. അതുകൂടാതെ രാഖയുടെ ഫ്രണ്ട് നമ്മുടെ ഹർഷ, പിന്നെ അല്ലാതെ രാഖയും കുറേ വാങ്ങിച്ചു. കുറേ സാധനങ്ങൾ നമുക്ക് എന്തായാലും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ മെല്ലെ മെല്ലെ കാണിക്കാം കേട്ടോ. അതേ തോർത്ത് രാഖയുടെ ഒരു ഫ്രണ്ട് വാങ്ങിച്ചു. ഈ തോർത്ത് ഇവിടെ വെള്ളം ഇങ്ങനത്തെ തോർത്ത് ഇവിടെ കിട്ടാത്തതുകൊണ്ട് അത് വാങ്ങിച്ചു. ഇനി കിടക്കുന്ന സാധനങ്ങളെല്ലാം നോക്കിയേ ഞാൻ ഓരോന്നേരമായിട്ട് നോക്കാം. എന്തായാലും ഇത് നമ്മുടെ ചട്നി ദാലാണ്, അത് ഞാൻ രാഖയോട് പറഞ്ഞിരുന്നു വാങ്ങിക്കാൻ. ഇത് നമ്മുടെ കേരളത്തിൻ്റെ വറവുകളായ ചക്ക ഉപ്പേരിയും ബനാന ചിപ്സ്. അപ്പോൾ നമ്മുടെ ഹർഷേനെയും രാഖയെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. രാഖയുടെ ബർത്ത്ഡേ ആണ് മാർച്ച് 19. അപ്പോൾ അതേ 2 ഷർട്ട് ഹർഷയുടെ വക ഗിഫ്റ്റാണ്, ഒരു വൈറ്റും ഒരു ബ്ലാക്കും. അതുകൂടാതെ കുറേ സ്നാക്സും കാര്യങ്ങളും മാങ്ങ അങ്ങനെയൊക്കെ ഉള്ളത് അവൾ കൊടുത്തു വിട്ടിട്ട് ഞാൻ കാണിച്ചു തരാവേ. പിന്നെ അതേ അരിപ്പൊടി നമ്മുടെ എവീസിൻ്റെ അത് വാങ്ങിച്ചു. പിന്നെ സ്പൈസസ് വാങ്ങിച്ചു, എള്ള്, ഏലക്ക, നമ്മുടെ നട്ട്സ്, പിന്നെ ഡേറ്റ്സ്, പിന്നെ നമ്മുടെ ഏത്തപ്പഴം അത് അമ്മയും കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ രാഖയുടെ ഫ്രണ്ട് കൃഷ്ണേട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരനും കുറച്ച് വാങ്ങിച്ച് കൊടുത്തു വിട്ടു. ഇത് നമ്മുടെ മീറ്റ് മസാലയും ചിക്കൻ മസാലയൊക്കെ കേട്ടോ. പിന്നെ ഒരു വെട്ട് കത്തി കലക്കുഞ്ഞ് വാങ്ങിച്ചു കൊടുത്തു. അത് കാണിക്കാൻ പറ്റില്ല, നമുക്ക് ഗൈഡ് ലൈൻ എഗെയിൻസ്റ്റ് ആണ് യൂട്യൂബിൻ്റെ, അതുകൊണ്ടാണ് ഞാനത് നേരിട്ട് കാണിക്കാത്തത് കേട്ടോ. പിന്നെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ വാങ്ങിച്ച് കൊടുത്തു വിട്ടതാണ്. അത് അമ്മയും പാറും കുറേ സ്നാക്സ് വാങ്ങിച്ചു കൊടുത്തു വിട്ടു. അതുപോലെ തന്നെ ഹർഷയുടെ വകയെ സ്നാക്സ് ഉണ്ടായിരുന്നു, കൃഷ്ണേട്ടൻ വാങ്ങിച്ചു തന്നു. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് ഒന്നത് സുഖം ഉണ്ടായിരുന്നില്ല. രാഖി വന്നപ്പോൾ ഒരുവിധമൊന്നും ഓക്കെ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കപ്പ പിന്നെ അമ്മ കൊടുത്തു വിട്ടതാണ്. പഴുത്ത ഏത്തപ്പഴം ഉണ്ടായിരുന്നു, കുറച്ച് പഴുത്ത് തുടങ്ങുന്ന ഏത്തപ്പഴം ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി നോക്കി. ഈ മാങ്ങ നമ്മുടെ ഹർഷയുടെ വീട്ടിൽ അവിടെ പിടിച്ച പുള്ളിക്കാരി കൊടുത്തു വിട്ടയാണ്. പിന്നെ മെഷ്മെല്ലോസ്, ഇതൊക്കെ അങ്കുവിൻ്റെ ഫേവറേറ്റാണ്. അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അമ്മയും പാറും സെപ്പറേറ്റ് വാങ്ങിച്ചു കൊടുത്തു. കുറേ സ്നാക്സുകൾ അവരുടെ വക കേട്ടോ. മാൽക്കിസ്റ്റ് എന്നൊരു ബിസ്ക്കറ്റ് ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ട്, അത് അങ്കുവിൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് അമ്മയും വാങ്ങിച്ചു പാറും വാങ്ങിച്ചു. കുറേ ഉണ്ട് അതിപ്പോൾ. ഇതെല്ലാം ഇവൻ ഒരുമിച്ച് തിന്നു തീർക്കുമെന്നാണ് എനിക്ക് പേടി. പിന്നെ വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ടുണ്ട്, മുരിങ്ങയ്ക്കായ, ഇത് നമ്മുടെ ഹർഷയുടെ അവിടെ പിടിച്ച അതാണ്. പിന്നെ ഇത് നമ്മുടെ സുപ്രീം ബേക്കേഴ്സ്, കൊല്ലക്കാർക്ക് സുപ്രീം ഇല്ലാതെ എന്താഘോഷം. അവിടുന്ന് ഫ്രൂട്ട് കേക്കും പ്ലം കേക്ക്, അതാകുമ്പോൾ കേടാവത്തില്ലല്ലോ, അതുകൊണ്ടാണ് അത് അമ്മ വാങ്ങിച്ചു കൊടുത്തു വിട്ടേ. പിന്നെ മാൽക്കിസ്റ്റിൻ്റെ ബിസ്ക്കറ്റുകൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് 2 പേര് അമ്മയുടെയും പാറുവിൻ്റെയും വക സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. അതിന് പല ഫ്ലേവേഴ്സും ഉണ്ട്. ഇത് പൊട്ടുകടലയാണ്, നമ്മുടെ നാട്ടിലെ പോലത്തെ പൊട്ടുകടല ഇവിടെ കിട്ടത്തില്ല, ഇവിടെ പുറം തൊലിയുള്ള, അത് സുഖമില്ല. പിന്നെ എപ്പോഴും എൻ്റെ അനിയത്തി കുറച്ച് സ്പൈസസ് തന്നു വിടാറുണ്ട്. അങ്ങനെയുള്ള കുറച്ച് തേയില സ്പൈസസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതൊക്കെ വറവുകളാട്ടോ. ഇനി ഓരോന്നോരോന്ന് സെക്ഷൻ ആക്കി വെക്കണം. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ തലയൊന്ന്
വന്നതേ ഉള്ളായിരുന്നു രാക്കയെ വന്നപ്പോൾ. ഓരോന്നോരോന്ന് പെട്ടെന്ന് ഫ്രിഡ്ജിൽ വെക്കാനുള്ളതൊക്കെ അങ്ങ് വെച്ചു. മാങ്ങയും മുരിങ്ങയ്ക്കൊക്കെ അങ്ങ് പെട്ടെന്ന് വെച്ചു. അപ്പോൾ ഇതായിരുന്നു ഷർട്ട് കേട്ടോ, ഹർഷ കൊടുത്ത ബ്ലാക്കും വൈറ്റും. ഈ ടൈപ്പ് ഷർട്ടിന് രാക്കെ പങ്കൻ ഷർട്ട് എന്നാണ് പറയുന്നത് കേട്ടോ. കാരണം പങ്കനല്ലേ കാണാൻ, അടിപൊളി ഷർട്ടാണ്. അപ്പോൾ അതേ നിരന്ന് കിടക്കുക നമ്മുടെ സാധനങ്ങൾ. ചക്കയൊക്കെ അമ്മ പാവം നല്ലതായിട്ട് റാപ്പ് ചെയ്ത്, കപ്പയൊക്കെ കേടാകാത്ത രീതിയിൽ വെച്ചു. ഇത് വൈനാട്ടോ, ഇത് ഹർഷയുടെ അമ്മ ഉണ്ടാക്കിയതാണ്. എനിക്കൊന്ന് റൂബൻ്റെ അമ്മ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു, അമ്മയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു വൈൻ ദേണ്ടേ. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് രാക്കയ്ക്ക് ഓഫീസിൽ പോകണം. മേത്തപ്പഴം പുഴുങ്ങിയതായിരുന്നു എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ സാധനങ്ങളൊക്കെ ഇനി മെല്ലെ മെല്ലെ അടുക്കി ഒതുക്കി വെക്കണം. ഇത് രാക്കയുടെ ഫ്രണ്ട് കൃഷ്ണേട്ടൻ കൊടുത്തുവിട്ട വേപ്പിലക്കട്ടി എന്നൊരു സാധനം കേട്ടോ. മീനച്ചാറ് ഇത് നമ്മുടെ പാറു അങ്കൂന് സ്പെഷ്യലായിട്ട് കൊടുത്തുവിട്ടെ, നമ്മുടെ അച്ചാർ സെക്ഷനിലോട്ട് അത് കൊണ്ടുവച്ചു. അങ്കൂന് മീനച്ചാറ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊന്ന് നെമ്മീൻ്റെ അച്ചാർ, നമ്മുടെ ഏവീസിൻ്റെ മീറ്റ് ആൻഡ് ചിക്കൻ മസാല. ഇത് രണ്ടെണ്ണം നമ്മുടെ കലക്കുഞ്ഞ് തയ്ച്ച് കൊടുത്തു വിട്ട നൈറ്റി ഫ്രോക്കാട്ടോ. എനിക്ക് നല്ല കോട്ടൺ അല്ലേ, ഇനി അങ്ങോട്ട് ചൂട് വരുന്ന സമയത്തൊക്കെ ഇത് സുഖമായിട്ടിടാം. അതുകൊണ്ട് പാവൻ രണ്ടെണ്ണം തയ്ച്ച് കൊടുത്തു. ഇത് മീനാൻ്റെ എനിക്ക് കൊടുത്തു വിട്ട ഗിഫ്റ്റാട്ടോ. അമ്മയുടെ അനിയത്തി ഒരു പെർഫ്യൂം. അപ്പോൾ കുറേ സംഭവങ്ങൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഞാൻ മാവ് അരച്ച് വെച്ചത് പുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇഡ്ഡലിയും ദോശയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചുടാമെന്ന് വെച്ചു. പൊട്ടുകടലയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് തേങ്ങയും പൊട്ടുകടലയൊക്കെ ഇട്ട് മല്ലിയിലൊക്കെ അരച്ചൊരു ചട്നി അതായിരുന്നു. നമ്മുടെ ചക്ക ഇപ്പം പഴുത്ത് തുടങ്ങുന്നുണ്ടായിരുന്നല്ലോ കേട്ടോ. ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട്, ഇവിടെ പിന്നെ വലിയ ചൂടും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നീര് പോകത്തുമില്ല. അങ്ങനെ ഒരു ദിവസം കൂടെ ഇട്ടിട്ട് വെട്ടാമെന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കപ്പ ചെറിയുള്ളി നമ്മുടെ അമ്മയുടെ ഏറ്റവും ഇല അനിയത്തി കൊടുത്ത് വിട്ടേട്ടെ. ഇവിടെ അതൊന്നും കിട്ടത്തില്ലെന്നറിയാം. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളാണ് അവർ സെലക്ട് ചെയ്ത് കൊടുത്ത് വിട്ടത്. ഏത്തപ്പഴം ഞാൻ പറഞ്ഞല്ലോ, പഴുത്തതും ഉണ്ടായിരുന്നു പഴുക്കാത്തതും ഉണ്ടായിരുന്നു. അത് സെപ്പറേറ്റ് വെച്ചു. കുറച്ച് പച്ചക്കായിട്ട് കൊടുത്തു വിട്ടാന്ന് തോന്നി, മഞ്ഞ കളറിൽ പഴുത്തിരിക്കുന്നു. പഴുത്തൊക്കെ ഞാൻ പിന്നെ പേപ്പറിൽ റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ചക്ക 1-2 ദിവസം കൂടെ കിടക്കുന്ന ഒരു പഴുപ്പിലേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് സെക്ഷനിലേക്ക് വെച്ചു. കപ്പയൊക്കെ നന്നായിട്ട് തന്നെ വന്നു കേട്ടോ. ചെറിയ ഉള്ളി, ഒരുവിധം നല്ല വലിയ ഉള്ളി, നല്ല ഭംഗിയുള്ള ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഇവിടെ കിട്ടത്തേ ഇല്ലല്ലോ. പിന്നെ ഇത് 5 ലിറ്റർ നമ്മുടെ വെളിച്ചെണ്ണയും, അത് കട്ടിയായിട്ടിരിക്കുക, ലൂസായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇഡ്ഡലിയും ദോശയൊക്കെ തന്നെ ആയിരുന്നു ലഞ്ചിനെന്ന്. പെട്ടെന്ന് ഇഡ്ഡലിയായിട്ട് കോരി ഒഴിച്ചു. എനിക്കൊന്നായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ, വലിയ ശക്തിയും കാര്യങ്ങളൊന്നും. ശരിക്കും ഇത് ഇപ്പോഴും അങ്ങനെ ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു ഇതേ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പോഴാണ് വീഡിയോ എടുക്കാനൊരു മൂഡ് തന്നെ വന്നത്. പെട്ടെന്ന് ഞാൻ ഈ മാവൊക്കെ അരച്ച് വെച്ചതെന്ന് വെച്ചാൽ ഒന്നും ഇല്ലെങ്കിലും ദോശയായിട്ടെങ്കിലും എപ്പോഴും പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ആ മണം തന്നെ നമുക്കൊരു വല്ലായ്മ വരത്തില്ലേ. അപ്പോൾ ഇഡ്ഡലിയും കുറച്ച് ദോശയൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ചുട്ട് കഴിച്ചു കേട്ടോ. ഇതൊക്കെ ആകുമ്പോൾ ഒന്ന് വായിക്ക് രുചിയും നമുക്ക് തോന്നി കഴിക്കാൻ പറ്റുന്ന സംഭവമല്ലേ. അങ്ങനെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒതുക്കി ഒരുവിധം നീറ്റാക്കി ഭംഗിയാക്കി വെച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ കേരള സ്റ്റോറി. പിന്നെ നമ്മുടെ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ ബാൽക്കണിയിൽ നിന്ന് നോക്കുന്ന നമ്മുടെ മാവ് നിറച്ച് പൂത്ത് നിൽപ്പുണ്ട്. പിന്നെ ഹോളി വരാൻ പോകല്ലേ. ഹോളി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചൂട് കൂടി തുടങ്ങും, കാലാവസ്ഥയൊക്കെ മാറി വേറൊരു അന്തരീക്ഷമേ ആകും. പിന്നെ ഇപ്പോൾ പെട്ടെന്ന് എല്ലാവരെയും ഒന്ന് ഞെട്ടിച്ചതും വിഷമിക്കുന്നതായൊരു വാർത്ത, നമ്മുടെ ഗൾഫിൽ നടക്കുന്ന യുദ്ധമല്ലേ. നമ്മുടെ എല്ലാ അനിയത്തിമാരും അനിയന്മാരും ഒക്കെ ഉള്ള സ്ഥലമാണ്. എല്ലാവർക്കും ബന്ധുക്കളും കാര്യങ്ങളും ഒക്കെ ഉള്ള നമ്മുടെ ഗൾഫിൽ ഇത്രയും പെട്ടെന്ന് എല്ലാം റെഡിയായി യുദ്ധമൊക്കെ മാറി സമാധാനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വെച്ച് അതിൻ്റെ ഒക്കെയാണ്. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ഡിയേഴ്സ്.